ഉദാസിന്റെ സുവിശേഷം. കെ.ആർ. മീര. കക്കയം ക്യാമ്പിലെ പോലീസുകാരിലൊരാളായിരുന്നു എൻ്റെ അച്ഛൻ. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അച്ഛൻ ജോലി രാജിവെച്ചു തിരിച്ചെത്തി. പിന്നീട് അച്ഛൻ ഉരുട്ടിയത് അമ്മയെയും ഞങ്ങൾ 3 മക്കളെയുമാണ്. മർദ്ദിച്ചു കൊതിതീർന്നിട്ടില്ലാത്ത കൈകളായിരുന്നു അച്ഛൻ്റേത്. കുട്ടിയായിരിക്കെ എന്നെ കൈകളും കാലുകളും കൂട്ടിക്കെട്ടി അച്ഛൻ കാൽപന്ത് കളിച്ചിട്ടുണ്ട്. അച്ഛനും ഉറക്കമുണ്ടായിരുന്നില്ല. മദ്യപിക്കുന്ന വേളകളിൽ തൊട്ടുകൂട്ടാൻ അച്ചാറിനു പകരം അച്ഛനിഷ്ടം പഴയ ലോക്കപ്പ് മർദ്ദനത്തിൻ്റെ കഥകളായിരുന്നു. അമ്മയെയും ഞങ്ങളെയും അറ്റൻഷനായി നിർത്തി അച്ഛൻ താൻ ലോക്കപ്പിലിട്ട് കൊന്നവരുടെ കഥകൾ വീണ്ടും വീണ്ടും കുരുക്കഴിച്ചു. കെ. രാജനെയും പി. രാജനെയും ചെറിയ രാജിനെയും ടാപ്പിംഗ് തൊഴിലാളി രാജിനെയും എനിക്ക് കുട്ടിക്കാലത്തെ പരിചയമായത് അങ്ങനെയാണ്. ചെറിയ രാജൻ ഒരു സ്കൂൾ കെട്ടിടത്തിൽ മരിച്ചു കിടന്നു. അതിനെക്കുറിച്ച് പറയുമ്പോൾ അച്ഛൻ എരിവുള്ള മീൻകറി നാവിൽ വെച്ചതുപോലെ ഷ് എന്ന് സിൽക്കാരം പുറപ്പെടുവിച്ചു. പിന്നീട് അച്ഛന് വിറവാദം പിടിച്ചു. പുറത്തിറങ്ങാൻ കഴിയാതെ അച്ഛൻ വീട്ടിനകത്ത് ഒതുങ്ങിപ്പോയി. അങ്ങനെ അമ്മയുടെ മച്ചുനൻ കാര്യക്കാരനായി വന്നു. ഒറ്റുകാരെപ്പോലെ ഒളിസേവകർക്കും ഉറക്കം വിധിച്ചിട്ടില്ല. അവർക്കും തല നിവർത്തി നടക്കാനോ തുറന്നു ചിരിക്കാനോ സാധിക്കുകയില്ല. അതുപോകട്ടെ, കായൽ തീരത്ത് വെച്ച് അച്ഛനാണ് മുതല യുദാസിനെ തിരിച്ചറിഞ്ഞത്. ഇത് ദാസനല്ലേടാ എന്ന് വിറയ്ക്കുന്ന ശബ്ദത്തിൽ അച്ഛൻ യുദാസിനോട് ചോദിച്ചു. അയാളുടെ മുഖം മരിച്ചവരുടേതുപോലെ വെളുത്തു. ഞാനും സ്തബ്ധയായി നിന്നു. അന്നു രാത്രി മുതല യുദാസ് ഞങ്ങളുടെ ഗ്രാമം വിട്ടുപോയി. അച്ഛൻ്റെ അനന്തരവൻ്റെ ശവം തിരിച്ചറിയാനാണ് അച്ഛനും ഞാനും കായൽ തീരത്തെത്തിയത്. അവൻ മുങ്ങി മരിക്കുകയായിരുന്നു. യുദാസാണ് അവൻ്റെ ശവവും മുങ്ങിയെടുത്തത്. അയാളുടെ രതിതന്ത്ര ക്ലാസ്സുകളിലെ വിദ്യാർത്ഥിയായിരുന്നു അവനും. ആ ക്ലാസ്സിൽ അയാൾ പഠിപ്പിക്കുന്നതിനെക്കുറിച്ച് അവൻ പറഞ്ഞതാണ് ഞാൻ അറിഞ്ഞത്. അവനൊരു പാവമായിരുന്നു. അവൻ എന്നെ വളരെ ഇഷ്ടമായിരുന്നു. ഞങ്ങളുടെ 4 കെട്ടിൻ്റെ നടുമുറ്റത്ത് മഴ പെയ്യുമ്പോൾ വരാന്തയിലെ ഭിത്തിയിൽ തൂക്കിയ കണ്ണാടിക്ക് മുൻപിൽ ഞാൻ മുടി 2ആയി പിന്നുന്നതും നോക്കി അവൻ തൂണിൽ ചാരി നിൽക്കുന്നത് എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അങ്ങനെയൊരു ദിവസം അവൻ ധൈര്യം സംഭരിച്ചുവെന്ന് എൻ്റെ കഴുത്തിൽ ചുംബിക്കാൻ ശ്രമിച്ചു. ഞാൻ വെട്ടിത്തിരിഞ്ഞ് അവനെ തുറച്ചു നോക്കി. ഞങ്ങൾ ഒരേ പ്രായക്കാരായിരുന്നു. എൻ്റെ നോട്ടത്തിനു മുമ്പിൽ അവൻ തളർന്നുപോയി. പിന്നീട് അവൻ എന്നോട് മാപ്പ് ചോദിച്ചു. കഴുത്തിൽ ചുംബിച്ചാൽ ഏതു സ്ത്രീയും തളർന്നു പോകുമെന്ന് യുദാസ് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അവൻ കണ്ണുനീരോടെ പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നു. മറ്റെന്തൊക്കെയാണ് അയാൾ പഠിപ്പിച്ചിട്ടുള്ളത്? തെക്കേ മുറ്റത്തെ മാവിൻ ചുവട്ടിൽ വെച്ച് ഒരു 15കാരിയുടെ ഔത്സുക്യത്തോടെ ഞാൻ ബാലുവിനെ ചോദ്യം ചെയ്തു. അതൊന്നും എനിക്ക് പ്രേമയോട് പറയാൻ കഴിയില്ല. എങ്ങനെയാണ് അയാൾ ശവങ്ങൾ മുങ്ങിയെടുക്കുന്നത്? അതൊന്നും പറയാറില്ല. ആഴത്തിലേക്ക് മുങ്ങിച്ചെല്ലുമ്പോൾ അയാൾക്ക് പേടി തോന്നാറില്ലേ? ആവോ, അയാൾ മരിക്കാത്ത പെണ്ണുങ്ങളെപ്പറ്റിയും അവരുടെ ശരീരങ്ങളെപ്പറ്റിയും മാത്രമേ പറയാറുള്ളൂ. മരിച്ച പെണ്ണുങ്ങളെ കാണുമ്പോഴും അയാൾ കഴുത്തിന് പിൻപിൽ ചുംബിക്കാറുണ്ടോ? ബാലു എന്നെ വിഷമത്തോടെ നോക്കി. പ്രേമ എന്നോട് ക്ഷമിക്കണം. ഞാൻ ബാലുവിനെക്കുറിച്ച് ഇങ്ങനെയല്ല വിചാരിച്ചിരുന്നത്. ഇതാരോടും പറയരുത്. മറ്റാരോടും പറയില്ല. പക്ഷെ എനിക്ക് അയാളോട് 2 വാക്ക് ചോദിക്കണം. പ്രേമേ, അരുത്. ഞാൻ പ്രേമയാണെങ്കിൽ ചോദിച്ചിരിക്കും. അന്നുച്ചയ്ക്ക് അനിയന്മാർ കളിക്കാനും അമ്മ ഉറങ്ങാനും പോയ സമയത്ത് ഞാൻ തെക്കേ പറമ്പിലൂടെ കയ്യാല ചാടി ഇറങ്ങി കുന്നിൻ ചെരുവിലൂടെ കായലിലേക്ക് ഓടി. ചരൽ കല്ലുകൾ നിറഞ്ഞ കുന്നിൻ ചെരുവിലൂടെ അന്നൊന്നും ഞങ്ങൾക്ക് നടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. നീളൻ പാവാട ലേശമൊന്ന് ഉയർത്തി ഒരായം പിടിച്ച് താഴേക്ക് വീണു കൊടുക്കുകയായിരുന്നു പതിവ്. കാറ്റിലും ചെരുവിലും ഉരുണ്ടുപോകുന്ന റബ്ബർ പന്തുപോലെ തട്ടിയും തടഞ്ഞും നേരെ കായൽ തീരത്ത് വന്നു നിൽക്കും. അന്ന് പടിഞ്ഞാറേക്ക് ചാഞ്ഞുകൊണ്ടിരുന്ന വെയിലിൽ ഞാൻ വിജനമായ കായൽ തീരത്ത് ചെന്ന് നിന്ന് കിതച്ചു. കായൽ നീല നിറത്തിൽ കണ്ണെത്താത്ത ദൂരത്തോളം പരന്നു കിടക്കുന്നു. കായലിൽ അയാളെ കണ്ടില്ല. ചെരുവിലെ കുറ്റിക്കാടുകൾ നിറയെ വെളുത്ത പൂച്ചപ്പഴങ്ങളും രക്തനിറമുള്ള കാട്ടുതെച്ചിപ്പഴങ്ങളും വിളഞ്ഞു നിന്നിരുന്നു. ഞാനെൻ്റെ നീലപ്പൂക്കളുള്ള വെള്ളപ്പാവാട നിലത്തുരച്ച് അയാളുടെ കുടിലിലേക്ക് കയറി ചെന്നു. മണ്ണും ചരളും ചേർത്ത് കുഴച്ചുണ്ടാക്കിയ കുടിലിൻ്റെ മഞ്ഞിച്ച നിലത്ത് കിടന്ന് അയാൾ കരയുകയായിരുന്നു. എനിക്കന്ന് 15 വയസ്സേ ആയുള്ളൂ. പുരുഷന്മാരുടെ കണ്ണുനീർ എന്നെ ചിരിപ്പിച്ചു തുടങ്ങിയിരുന്നില്ല. അയാളുടെ കണ്ണുനീർ കണ്ട് എൻ്റെ മനസ്സ് ആർദ്രമായി. മഞ്ഞ ചുവരിൽ എഴുന്നു നിന്ന തവിട്ടു ചരൽക്കല്ലിൽ വിരലുരസി ഞാൻ അയാളെ നോക്കി നിന്നു. എനിക്ക് പിന്നിൽ ഒരു കല്ലെറിഞ്ഞാൽ ബ്ലും ശബ്ദത്തോടെ ഉണരാവുന്നത്ര ദൂരത്തിൽ കായൽ അലസമായി ഓളം വെട്ടി. വെളിച്ചം മറഞ്ഞതുകൊണ്ടാകണം അയാൾ തലയുയർത്തി നോക്കി. എന്നെ കണ്ട് ചാടി എഴുന്നേറ്റു. 2ആയി മെടഞ്ഞിട്ട മുടി തിരുമ്പി പിടിച്ചുകൊണ്ട് ഞാൻ സംഭ്രമത്തോടെ നിന്നു. കരയുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ കണ്ണുനീർ തുടച്ച് എന്നെ ദേഷ്യത്തോടെ നോക്കി. ഇവിടെ വരാൻ ആര് പറഞ്ഞു എന്ന് ശകാരിച്ചു. അപ്പോൾ എനിക്കും ദേഷ്യം വന്നു. നിങ്ങൾ എന്തിനാണ് ബാലുവിനെ വൃത്തികേടുകൾ പഠിപ്പിക്കുന്നത്? ഞാൻ ധൈര്യപൂർവ്വം അന്വേഷിച്ചു. അവൻ എന്നോട് മോശമായി പെരുമാറി. നിങ്ങളാണ് കാരണം. ഞാൻ ഇതെല്ലാവരോടും പറഞ്ഞു കൊടുക്കും.
എൻ്റെ ഭീഷണിയിലെ ആത്മാർത്ഥത തിരിച്ചറിഞ്ഞ് അയാളുടെ മുഖം ലേശം വിളറി. ഛേ, അയാൾ ആരോടൊന്നില്ലാതെ ദേഷ്യപ്പെട്ടു. ശരി, പോയി പറഞ്ഞു കൊടുക്ക്. എനിക്ക് ആരെയും പേടിയില്ല. എനിക്കും പേടിയില്ല. ഇറങ്ങിപ്പോയി എൻ്റെ മുമ്പിൽ നിന്ന്. ഇല്ലെങ്കിലോ? കായൽ കാറ്റ് എൻ്റെ നീളൻ പാവാടയെ കുടപോലെ വിടർത്താൻ തുടങ്ങിയിരുന്നു. പാവാട പിടിച്ചൊതുക്കി ഞാൻ അയാൾക്ക് മുമ്പിൽ നിലത്ത് മുട്ടുകുത്തിയിരുന്നു. ഞാൻ പറഞ്ഞു, നക്സൽബാരി സിന്ദാബാദ്. അയാളുടെ മുഖം കുറച്ചുകൂടി ചുവന്നു. ആ നേരത്ത് അയാളുടെ മുഖം ഒരു 5ാം ക്ലാസ്സുകാരൻ്റേതുപോലെ കാതരവും നിസ്സഹായവുമായി. അയാൾ ഒരു നക്സലാണെന്നും ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒളിച്ചു പാർക്കുകയാണെന്നും എനിക്ക് തീർച്ചയായി. ശരി, നിനക്കെന്താ വേണ്ടത്? അപ്പോൾ എൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. എന്നെ കൂടി നീന്താൻ പഠിപ്പിക്കണം. അയാൾ എന്നെ തുറച്ചു നോക്കി. അയാൾക്ക് നീണ്ട പാതി മയങ്ങിയ കണ്ണുകളായിരുന്നു. അയാളുടെ ചെമ്പൻ മുടി വളർന്നു നീണ്ടിരുന്നു. മെലിഞ്ഞ മുഖത്ത് ചുവപ്പ് രാശിയുള്ള താടിയും മീശയും കണ്ണീർ പറ്റി തിളങ്ങുന്നുണ്ടായിരുന്നു. എനിക്ക് അയാളോട് അനുരാഗം തോന്നി. നീന്താൻ പഠിപ്പിക്കാനോ? അതും ഒരു പെണ്ണിനെ? നീന്താൻ മാത്രമല്ല, മുങ്ങിത്താഴ്ന്ന് ശവങ്ങൾ കണ്ടെടുക്കാനും പഠിപ്പിക്കണം. അയാൾ ക്ഷോഭം നിയന്ത്രിക്കാൻ കുറച്ചു നേരം പണിപ്പെട്ടു. പിന്നീട് താടിയും മുടിയും അമർത്തി തടവി എഴുന്നേറ്റു. കുട്ടി വീട്ടിൽ പോകൂ. ബാലു പറഞ്ഞത് ഞാൻ എല്ലാവരോടും പറയും. എന്നെ പേടിപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. എനിക്കിനി ജീവിതത്തിൽ ഒന്നിനെയും പേടിയില്ല. എനിക്കുമില്ല. ഇത് വലിയ ശല്യമായല്ലോ. നിനക്ക് എന്താ വേണ്ടത്? ശവങ്ങളിൽ തൊടാൻ ധൈര്യം കിട്ടുന്നത് എങ്ങനെയാണ്? അയാൾ പെട്ടെന്ന് മുഖത്തടി കിട്ടിയതുപോലെ നിശ്ചലനായി. നീന്തി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഭയം തോന്നാറില്ലേ? മരിച്ച ഒരു മുഖത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അയാളുടെ മുഖത്ത് ക്ഷോഭം നിറഞ്ഞു. അപമാനിക്കപ്പെട്ട ഭാവമായിരുന്നു അയാളുടെ മുഖത്ത്. ഇറങ്ങിപ്പോ പെണ്ണെ, അയാൾ അലറി. ഞാൻ പോകില്ല. എനിക്ക് ഷാഠ്യമായി. നിങ്ങൾ എന്നെ നീന്താൻ പഠിപ്പിക്കാമെന്ന് സമ്മതിക്കാതെ ഞാൻ പോകില്ല. ഞങ്ങൾ തമ്മിൽ വഴക്കായി. അയാൾ എന്നെ പുലഭ്യം പറഞ്ഞു. ഷാഠ്യം മൂത്ത് 2ആയി മെടഞ്ഞിട്ട് മുടിപ്പിന്നുകൾ വാശിയിൽ പിന്നിലേക്കെറിഞ്ഞ് ഞാൻ അയാളെ വെല്ലുവിളിച്ചു. എന്നാൽ വേണ്ട, പഠിപ്പിക്കേണ്ട. ഞാൻ തനിയെ പഠിക്കും. നോക്കിക്കോളൂ. അയാളെ വെല്ലുവിളിച്ച് ഞാൻ എൻ്റെ നീളൻ പാവാട ലേശം ഉയർത്തിപ്പിടിച്ച് കായലിലേക്കോടി. അയാൾ പോയി തുലയടി, നീ ചത്താൽ എനിക്കൊന്നുമില്ല എന്നൊക്കെ വിളിച്ചു പറയുന്നത് കാറ്റിൽ എനിക്ക് കേൾക്കാമായിരുന്നു. പക്ഷേ ഞാൻ ഒരു ബ്ലും ശബ്ദത്തോടെ ജലപ്പരപ്പിലേക്ക് വീണപ്പോൾ അയാൾ ഓടി വാതിൽക്കലെത്തി. അയാളെ ഒന്ന് തിരിഞ്ഞു നോക്കി. കാൽ പൂണ്ടുപോകുന്ന ചെളിയിലൂടെ ഇലകളില്ലാത്ത ജലസസ്യങ്ങൾക്കിടയിലൂടെ നീളൻ പാവാടയും വലിച്ച് ഞാൻ ഉള്ളിലേക്ക് തുഴഞ്ഞു. മണിയറയിൽ കാത്തിരിക്കുന്ന ഭർത്താവിനെ പോലെ ആയിരുന്നു ആ നേരത്ത് കായൽ. എനിക്കതിനോട് പ്രേമം തോന്നി. വല്ലാത്തൊരു ഊഷ്മളതയോടെ ജലം ചുറ്റും വികാരം പൂണ്ടു. എൻ്റെ നീലപ്പൂക്കളുള്ള വെള്ളപ്പാവാട ജലപ്പരപ്പിൽ കുടയായി നിവർന്നു. ഓളങ്ങൾക്ക് ഞാൻ എന്നെ സമർപ്പിച്ചു. ഞാനും ഓളങ്ങളും അകലേക്ക് നീങ്ങി. പുറം കായലിൽ ഓളം ചവിട്ടി ഞാൻ നിവർന്നു നിന്നു. ജലം എന്നെ താങ്ങി നിർത്തി. അതൊരു വിചിത്രമായ അനുഭവമായിരുന്നു. കായൽ നടുവിൽ ജലത്തിൻ്റെ പച്ച കമ്പളത്തിൽ ഞാൻ സ്വതന്ത്രയായിരുണ്ടു. മുകളിൽ ആകാശത്തിന് തെളിഞ്ഞ നീലനിറമായിരുന്നു. എൻ്റെ കൈകളിൽ വെളുത്ത പരൽമീനുകൾ പ്രേമത്തോടെ തൊട്ടു വിളിച്ചു. കാൽവണ്ണകളിൽ കരിമീനുകൾ കാമത്തോടെ കടിച്ചു. എനിക്ക് കരച്ചിൽ വന്നു. സ്വാതന്ത്ര്യം എന്നെ പ്രലോഭിപ്പിച്ചു. നക്സൽബാരി സിന്ദാബാദ്. ഞാൻ വെറുതെ ഉരുവിട്ടു. വിപ്ലവം ജയിക്കട്ടെ. സഹാവ് വർഗീസ് സിന്ദാബാദ്.